മന്ത്രി PC വിഷ്ണുനാഥിനെയും MLA അബിൻ വർക്കിയെയും കൂട്ടി മുഖ്യമന്ത്രി VD സതീശൻ മിന്നൽ പ്രളയം കഴിഞ്ഞ് 4-ാം ദിവസം പത്തനംതിട്ടയിലെത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2018 പ്രളയത്തിന് ശേഷം വീണ്ടും പ്രളയം ഇങ്ങനെ വന്നിട്ടും നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഇനി അങ്ങനെയായിരിക്കില്ല. ഒരു ശാശ്വത പരിഹാരം ഈ സർക്കാർ കണ്ടെത്തുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നത്. ദുരന്തം ബാധിച്ചപ്പോൾ ഒരു സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടും മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിലൊക്കെ രാഷ്ട്രീയം കളിച്ച് ബഹളം വെക്കുന്ന തരം താണ രാഷ്ട്രീയമാണിപ്പോൾ CPM സംസ്ഥാനത്ത് കളിക്കുന്നത്. പയ്യന്നൂരിൽ സ്വന്തം ഏരിയ കമ്മിറ്റി പോലും പിരിച്ചുവിടേണ്ടുന്ന തരത്തിൽ ആ പാർട്ടി തകർന്നടിയുമ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറാൻ CPMന് സാധിക്കുന്നില്ല. സഖാക്കളെല്ലാം കോൺഗ്രസിൽ ചേർന്നതോടെ പാർട്ടി പല തട്ടിലായിരിക്കുന്നു പലയിടത്തും. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററിലും ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെ പേരിലുമൊക്കെ പൊങ്കാലയിടാൻ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്, അതും നേതാക്കന്മാർ മാത്രം. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ അതിനൊക്കെ ചുട്ട മറുപടിയാണ് ഇന്നലെ നൽകിയതെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ട അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ഉറപ്പുകൾ നൽകുന്നതാണ് നമ്മൾ കണ്ടത്. പത്തനംതിട്ടയിലെ ദുരന്ത സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിക്കൊണ്ട് അതിതീവ്ര മഴയും പ്രളയവും തീർക്കുന്ന വെല്ലുവിളികൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള വൻ പദ്ധതികളാണ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലയിൽ 133 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ലധികം ആളുകളാണ് കഴിയുന്നത്. തിരുവല്ല ഭാഗത്താണ് കൂടുതൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ക്യാമ്പുകളിൽ ശുചിത്വമുള്ള ഭക്ഷണവും ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലൈറ്റിങ്ങും പോലീസിൻ്റെ സുരക്ഷയുമൊക്കെ ഉറപ്പാക്കിയ ഈ ഭരണകൂടം പ്രളയജലം ഇറങ്ങി വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രളയം ബാധിച്ച പ്രദേശങ്ങളിൽ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും അതിനാവശ്യമായ മെഡിക്കൽ പരിശോധനകൾ ഉറപ്പാക്കാനും വരെ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 2018-ലും 2019-ലും ഉണ്ടായ വൻ പ്രളയങ്ങൾക്ക് ശേഷം പമ്പയുൾപ്പെടെയുള്ള നദികളിൽ അടിഞ്ഞു കൂടിയ മണ്ണും മാലിന്യങ്ങളുമാണ് ചെറിയ മഴയിൽ പോലും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. നദികളിലെ ഈ എക്കലും മണ്ണും അടിയന്തരമായി നീക്കം ചെയ്ത് പുഴകളുടെ ആഴവും വെള്ളമൊഴുക്കും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇതിനായി പത്തനംതിട്ട ജില്ലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം വളരെ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 200 മില്ലിമീറ്ററിന് മുകളിൽ അതിതീവ്ര മഴ പെയ്യുന്നതും വനത്തിനുള്ളിലുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളുമാണ് പെട്ടെന്നുള്ള പ്രളയത്തിന് കാരണമെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ഇത്തരം അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചാലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇതിനൊരു പരിഹാരമായി കൊച്ചി സർവകലാശാലയും ഹ്യൂം സെൻ്ററും അടക്കമുള്ള പ്രമുഖ ഏജൻസികളുമായി സഹകരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ഏറ്റവും കൃത്യമായ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ പ്രവചന സംവിധാനം പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രൊജക്റ്റായി നടപ്പിലാക്കുകയാണ്. അങ്ങനെ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാരും ഭരണകൂടവും പൂർണ്ണ സജ്ജമാണ്. ദുരന്ത മേഖലകളിൽ ആകാശമാർഗം ഭക്ഷണമെത്തിക്കാൻ ഹെലികോപ്റ്ററുകളും NDRF, പോലീസ്, ഫയർഫോഴ്സ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ടീമുകളും അടക്കം സർവ്വസജ്ജമായി രംഗത്ത് വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാതെ ദുരന്തമുഖത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കി നാടിനെ മുന്നോട്ട് നയിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ നടപ്പിലാക്കുന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ട ഈ ജില്ലയിലെ സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥരുമായി വിലയിരുത്തി. ഇതുണ്ടായ അപ്പോൾ മുതൽ ഈ ജില്ലയുടെ ചാർജ് കൂടിയുള്ള മന്ത്രി PC വിശ്വനാഥിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. MLAമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇവിടെ 133 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 6400-ലധികം പേരുണ്ട് ക്യാമ്പിലുണ്ട്. തിരുവല്ല ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം
വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിന് ശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിന് ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അതറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ ഇത് സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFൻ്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ ഈ നദിയിലെ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴുള്ള പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇനി അടുത്ത ഫ്ലഡ് വരെ കാത്തിരിക്കാതെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്, അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം.
അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്തുണ്ട്, അത് പ്രത്യേകമായി അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടും.